ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഫേസിലൊക്കെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ നമ്മളുടെ ഇന്ത്യൻസിന് നിറയെ ഒരു എബോവ് 35-40 ഒക്കെ ആകുമ്പോഴത്തേക്കും നിറയെ പിറക്കം വരും. ചിലർക്കൊക്കെ ഇപ്പോൾ 25 എബോവ് കൂടെ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പേർഷ്യൻ സുന്ദരിമാരുടെ സ്കിന്ന് എത്ര ഭംഗിയാണ്? അവരുടെ സ്കിന്ന് എന്ത് സ്മൂത്താണ്, ഒരു ലൈൻ പോലും ഇല്ലാതെ. ഒരു 70 എബോവ് ഒക്കെ ഉള്ളവർ പോലും അത്രയ്ക്ക് സൗന്ദര്യത്തോടെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾക്ക് പേർഷ്യൻ സുന്ദരിമാരുടെ സൗന്ദര്യത്തിൻ്റെ എബോവ് 40 അവർ എന്തുകൊണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു എന്നുള്ള ആ സൗന്ദര്യത്തിൻ്റെ സീക്രട്ട് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വീഡിയോയിൽ ഇന്ന് അതാണ് പറയുന്നത്. വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്ന വെളുത്തുള്ളിയാണ് നമ്മൾ ഇന്ന് നമ്മളുടെ മുഖത്തിന്റെ സൗന്ദര്യ സംരക്ഷണത്തിന് എടുക്കുന്ന. മുഖത്തിന്റെ മാത്രമല്ല, എവിടെയൊക്കെ റിങ്കിൾസ് ഉണ്ടോ അവിടെയൊക്കെ തേച്ചാൽ റിങ്കിൾസിനെ മാറ്റുന്നതാണ് വെളുത്തുള്ളി. അതേപോലെ തന്നെ ഫ്രീ റാഡിക്കൽസിന്റെ നാശത്തിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കാൻ വെളുത്തുള്ളി സഹായിക്കുന്നതാണ്. കൊളാജിന്റെ ഉൽപാദനത്തെ നമ്മളുടെ സ്കിന്നിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വെളുത്തുള്ളി സഹായിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ചർമ്മത്തിനെ ഫേം ആയിട്ട് വെക്കാനും മുറുക്കവും ഇലാസ്റ്റിസിറ്റിയും നിലനിർത്താനും സഹായിക്കുന്നതാണ്. ചുളിവുകളും നേർത്ത വരകളും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ കൂടെ നമ്മൾ ചേർക്കുന്ന അടുത്ത ഐറ്റമാണ് തൈര് അല്ലെങ്കിൽ യോഗട്ട്. ഇത് നമ്മളുടെ സ്കിന്നിന് യുവത്വമുള്ള ലുക്ക് തരാനും കളർ തരാനും സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് ഓട്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത്. ഓട്സും നമ്മളുടെ സ്കിന്നിനെ യങ് ആക്കി നിർത്താനും റിങ്കിൾസിനെ മാറ്റാനും സഹായിക്കുന്നതാണ്. പിന്നെ അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്ന പച്ചരിയാണ്. പച്ചരി എല്ലാവർക്കും അറിയാം, ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ടും വരകൾ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്ന് നമ്മളുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസിന്റെ കൂടെ നമ്മളുടെ സ്റ്റോറിലുള്ള സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസറും കൂടെ ചേർത്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫേസ് പാക്ക്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഇതെല്ലാം കൂടെ ചേരുന്ന ഈ പാക്ക് ബ്ലഡ് സർക്കുലേഷനെ ഫേസിലേക്ക് കൂട്ടാൻ, അതായത് രക്തചംക്രമണം ഫേസിലേക്ക് ഇൻക്രീസ് ചെയ്യാനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഓക്സിജനും പോഷകങ്ങളും എത്തിച്ച് നാച്ചുറൽ ഗ്ലോ നമ്മളുടെ സ്കിന്നിന് തരുന്നതാണ്. ആരോഗ്യകരമായ ചർമ്മത്തെ പിന്തുണയ്ക്കുകയും വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് യുവത്വമുള്ള സ്കിൻ കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളുടെ വിഭൂതി സ്റ്റോറിലുള്ള സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇതിൽ ഒരുപാട് സ്കിൻ ബ്രൈറ്റനിങ് യൂസ്ഫുൾ ആയിട്ട് വെക്കുന്ന എസെൻഷ്യൽ ഓയിൽസും വേറെ കുറെ മിനറൽസും വിറ്റമിൻസും ഒക്കെ ഹെർബ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു കംപ്ലീറ്റ് ഗ്ലോ ആണ് നമ്മളുടെ ഫേസിന് തരിക. മുഖക്കുരുവിന്റെ പാടുകളും കരിമംഗല്യം ഉണ്ടെങ്കിലും കറുത്ത കുത്തുകളും പാടുകളും വരകളും ഒക്കെ മാറ്റാനായിട്ട് ഒരു കംപ്ലീറ്റ് ഫേസ് പാക്ക് ആണ് ഇത്. നിങ്ങൾക്ക് 15 ദിവസത്തിൽ ഒരിക്കൽ ഫേസിൽ ഇടാവുന്നതാണ്. ഇല്ല നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 10 ദിവസം വെച്ച് നോക്കാം. അപ്പോൾ ആ മാസത്തിൽ 3 പ്രാവശ്യം ഇടാൻ പറ്റും. ഞാൻ ഇത് മാസത്തിൽ 1-2 പ്രാവശ്യമാണ് ഇടുക. പിമ്പിൾസ് ഒക്കെ വന്ന് മാർക്കുള്ളപ്പോഴാണ് സാധാരണഗതിയിൽ ഇത് ഇടുന്നത്. നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസിൽ ഒരു പിമ്പിളിന്റെ മാർക്കുണ്ട്. 1-2 ഉണ്ട്. ഒന്ന് ഫെയ്ഡായി വന്നു, അടുത്തത് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല യൂത്ത്ഫുൾ ഗ്ലോ തരാൻ സഹായിക്കുന്ന ഒന്നാണ്. കണ്ണിനടിയിലുള്ള കറുപ്പ് മാറാനും ഫേസിനെ ഒരു യൂത്ത്ഫുൾ ഗ്ലോ തരാനും നല്ല ഒരു കളർ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ സ്കിൻ ടോൺ ഉള്ള സ്കിൻ ടോണിനേക്കാളും കൂടുതലുള്ള ഒരു സ്കിൻ ടോൺ, അതായത് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളുടെ നാച്ചുറൽ ഗ്ലോ തരാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വാഷ് ചെയ്ത ഫേസിൽ തന്നെ ഇടുക. ഫേസ് പാക്ക് ഇട്ട് 20-25 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഡ്രൈ ചെയ്യാൻ നിൽക്കരുത്. അതിനു മുന്നേ വാഷ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടോ? വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സൂപ്പർ ബ്രൈറ്റ് മോയ്സ്ചറൈസറും കൂടെ ചേർക്കുന്നത് കൊണ്ട് എക്സ്ട്രാ ഗ്ലോ ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അതായത് ആ ഒരു പാക്കിലുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ധാതുക്കളും എല്ലാം തന്നെ ഇൻഫ്യൂസ് ചെയ്ത് ആ ഒരു പാക്കിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് തേക്കുമ്പോൾ അത്രയ്ക്കും നല്ലൊരു ഡബിൾ ഗ്ലോ ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾക്കൊരു കോൺഫിഡൻസ് ആണ്, അല്ലേ? നമ്മൾക്കൊരു ചെറിയൊരു എല്ലാവർക്കും അഹങ്കാരം ഒരു ബാഡായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ചെറുതായിട്ടൊരു അഹങ്കാരം ഉള്ളത് നല്ലത് തന്നെയാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് അഹങ്കാരം ഒരു സൗന്ദര്യം കൂടിയാണ്. അതിര് വിട്ടു പോകുമ്പോഴാണ് പ്രശ്നമാകുന്നത്.
നമ്മൾക്ക് ഒരു റെസിസ്റ്റിംഗ് പവർ, നമ്മൾ തന്നെ ഒരു സെൽഫ് റെസിസ്റ്റിംഗ് പവർ നമ്മളുടെ ബോഡിക്ക് ചുറ്റും നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു അഹങ്കാരത്തിന് ഒരു ഭംഗിയായിട്ടൊരു തൂവൽ സ്പർശമാണ് നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഇച്ചിരി സുന്ദരിയാണ് ഒരു ഗാങ്ങിൽ എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന സമയത്ത് അവർ നൈസായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങ് പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും അവർ റെഡി ആയിരിക്കത്തില്ല. അവിടെ നമ്മൾ ഒട്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതൊരു അംഗീകാരമായിട്ട് കാണുക. നമ്മളെ അവോയ്ഡ് ചെയ്തിട്ട് അവർ മാറി ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലോ, നമ്മളുടെ കൂടെ നിൽക്കാൻ ഗാങ്ങിൽ നിൽക്കാൻ മടിക്കുന്നുണ്ടെങ്കിലോ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരിൽ നിന്നും വ്യത്യസ്തരാണ്, നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ഒരു ഓറ അവർക്ക് ഡിസ്റ്റർബ് ആകുന്നു എന്ന് വിചാരിച്ചാൽ മതി. വിഷമിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, ബ്യൂട്ടി കെയർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ മാറ്റത്തിൻ്റെ രഹസ്യം എന്താണ്, സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ്, മുടിയുടെ ഭംഗിയുടെ രഹസ്യം എന്താണെന്നൊക്കെ നിങ്ങൾ പലരും എന്നോട് മെസ്സേജ് അയച്ച് പറയാറുണ്ട്. ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ പോയപ്പോൾ ചോദിക്കാറുണ്ടെന്നൊക്കെ. സോ അതിലൊക്കെ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് നിങ്ങളോടൊക്കെ. വിഭൂതിയെ നിങ്ങൾ അത്രയ്ക്കും സ്വീകരിച്ചതിനും അംഗീകരിച്ചതിനും നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിലും അതിനേക്കാൾ ഉപരി ദൈവത്തിനോട് ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും സ്യൂട്ട് ആവണം, നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പ്രയോജനം കിട്ടണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുക. നമ്മളുടെ എല്ലാ പ്രോഡക്റ്റ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്, എൻഡ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഓരോ പാക്കിങ്ങിൻ്റെയും നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രെയർ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രെയറും എനിക്ക് വേണ്ടി ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ഇനിയും നല്ല 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 സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ചെയ്ത് നിങ്ങളെയൊക്കെ ഒരുപാട് സുന്ദരിമാരായിട്ട് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും സ്കിൻ കെയർ നിർത്തരുത്. സ്കിൻ കെയർ നിർത്തുന്ന സ്ഥലത്ത് വീണ്ടും നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ ബാക്കി നിങ്ങൾ കേട്ട് വന്ന അല്ലെങ്കിൽ നിങ്ങൾ ബുള്ളി ചെയ്യപ്പെട്ട കമൻറ്റുകളൊക്കെ വീണ്ടും കേൾക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു കെയർ, ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ മാത്രമേ ഉള്ളൂ. നല്ല പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതൊരിക്കലും മറക്കരുത്. ഇനി എന്തെങ്കിലും തീരെ കുറവായിട്ട് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് അത്രയ്ക്കേ ഗുണമുള്ളൂ, ക്വാളിറ്റി ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ക്വാളിറ്റി പ്രോഡക്റ്റിന് എപ്പോഴും ആ ക്വാളിറ്റിയുടെ അനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി പ്രൈസ് ഉണ്ടായിരിക്കും. അതൊരിക്കലും മറക്കരുത്. അതേപോലെ തന്നെ സ്കിൻ കെയർ ചെയ്യാൻ മറക്കരുത്. ഒരിക്കലും ഏജ് ഒരു ഫാക്ടറേ അല്ല സ്കിൻ കെയർ ചെയ്യുന്നതിൽ. ഏജ് എന്നുള്ളത് മറന്നേക്കുക. നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ മനസ്സ് എപ്പോഴും നമ്മൾക്കറിയാം, നമ്മളുടെ മനസ്സ് എപ്പോഴും സ്റ്റിൽ നമ്മൾ ആ യങ് ആയിട്ടിരുന്ന കാലഘട്ടത്തിലെ ആ ഒരു മനസ്സ് തന്നെയാണ് നമുക്ക്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കാം, പക്ഷെ നമ്മൾക്ക് നമ്മളെ നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഒരിക്കലും സ്കിൻ കെയർ ചെയ്യാൻ മടിക്കരുത്, ഹെയർ കെയർ ചെയ്യാൻ മടിക്കരുത്. ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന കെയറും നിങ്ങൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസും ഒക്കെയാണ്, നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷനും കൂടിയാണ്. ഓക്കെ, ഞാൻ കെയർ ചെയ്യുന്നുണ്ട് എന്നെ. അതുപോലെ തന്നെ ഫുഡിലും ഡ്രിങ്ക്സിലും ഒക്കെ നിങ്ങളൊന്ന് കെയർ ചെയ്യുക. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ സ്കിൻ ഗ്ലോ ആകും. ഉറപ്പായിട്ടും ഒരു 5 പേരെങ്കിലും ഒരു ദിവസം നിങ്ങളോട് ഒരു റിമാർക്ക് പറയും, യു ആർ ലുക്കിംഗ് ഗുഡ് നൗ ഡേയ്സ് എന്ന് പറയും അല്ലേ. കുറച്ച് നാളായിട്ട് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, മുഖം നന്നായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ എന്ന് പറയും. അതുകൊണ്ട് അത് കേട്ട് സന്തോഷിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോയുടെ താഴെ ആ ഒരു കമൻറ്റ്, എനിക്കിങ്ങനെ എൻ്റെ ഇന്ന സ്ഥലത്തു നിന്നൊരു അപ്രീസിയേഷൻ കിട്ടി, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ട് ഫേസിലെന്ന് പറഞ്ഞു എന്നുള്ളത് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.